മുസ്ലിം ലീഗ് അവരുടെ പ്രതീക്ഷയും ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന് 20 സീറ്റ് ഉറപ്പെന്ന വിലയിരുത്തലിൽ സംസ്ഥാന നേതൃത്വം അനുകൂല തരംഗമെങ്കിൽ 22 സീറ്റിന് വരെ സാധ്യതയുണ്ട്. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ സമ്പൂർണ്ണ ജയം നേടും. കളമശ്ശേരി അടക്കം 7 മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും ലീഗ് പ്രതീക്ഷിക്കുന്നു. പേരാമ്പ്രയിലും ഗുരുവായൂരിലും കടുത്ത പോരാട്ടമെന്നും മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. ചേലക്കരയിലും പുനലൂരിലും വിജയസാധ്യതയില്ലെന്നുമാണ് കണക്കുകൂട്ടൽ. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, UDF അവർ സ്വയം പറയുന്നത് 100 സീറ്റിൽ വിജയിച്ച് അധികാരത്തിൽ ഏറും എന്നാണ്. എന്നാൽ അത്തരം ആവേശ കണക്കുകളിലേക്ക് ലീഗ് പോകുന്നില്ല. കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള കണക്കുകളാണ് അവർ പറയുന്നത്, വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത്. അപ്പോൾ അവരുടെ വാക്കുകൾ, അവരുടെ പ്രതീക്ഷകൾ എപ്രകാരമാണ്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർക്ക് നേരത്തെ തന്നെ പ്രതീക്ഷയുള്ളതാണ്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം തന്നെ പ്രചരണ രീതിയും ഒക്കെ തന്നെ ആയിരുന്നു അവർക്ക് മുഴുനീളം ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് അവരിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന അതാണ്. 22 സീറ്റ് കേരളത്തിലൊരു UDF തരംഗമുണ്ടാവുകയാണെങ്കിൽ 22 സീറ്റ്, ആകെ 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചിരിക്കുന്നത്. അതിൽ 22 സീറ്റും ലഭിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. 20 സീറ്റ് ഉറപ്പായും ലഭിക്കും എന്നതാണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാണ് അവർക്ക് താഴെ തട്ടിൽ നിന്ന് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പരിശോധിച്ച് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളിലും അവർ വിജയിക്കും. വിവിധ നേരത്തെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് തിരിച്ച് പിടിക്കാൻ കഴിയും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴീക്കോട്, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കുന്ദമംഗലം, താനൂർ, കളമശ്ശേരി, കുറ്റ്യാടി തുടങ്ങിയ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനും കഴിയുമെന്നത് തന്നെയാണ് മുസ്ലിം ലീഗ് വിലയിരുത്തിയിരിക്കുന്നത്. പേരാമ്പ്രയിലും ഗുരുവായൂരിലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ആ ശക്തമായ മത്സരം നടന്നയിടത്ത് അവർ വിജയം, ഒരു തരംഗമുണ്ടെങ്കിൽ ആ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന് ഈ ചേലക്കരയും അതുപോലെ തന്നെ പുനലൂരുമാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർ ഒരു വിജയ പ്രതീക്ഷ കാണാത്തത്. ബാക്കി എല്ലാ മണ്ഡലത്തിലും അവർക്ക് കൃത്യമായ നിഗമനത്തിൽ, അതായത് അവരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തത തന്നെയാണ് അവർ ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചപ്പോൾ തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ UDFന് ശക്തമായ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ജില്ല കൂടിയാണ് മലപ്പുറവും ഒപ്പം തന്നെ മലബാറിലെ പല ജില്ലകളിലും. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഒരു UDF തരംഗമുണ്ടാവും. ആ തരംഗമുണ്ടെങ്കിൽ അത് 22 സീറ്റ് വരെ എത്താൻ കഴിയുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. സ്വാതി. ശരി ശാന്തകുമാർ.